ഈ ഘട്ടത്തിൽ അതിൻ്റെ സന്തോഷം പങ്കിട്ടുകൊണ്ട് ഇവിടെ തടിച്ചുകൂടിയ ജനലക്ഷങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നതിൽ അനൽപമായ സന്തോഷമാണ് ഉള്ളത്. കേരളത്തിൻ്റെ ബഹുജന പണ്ഡിത സഭയാണല്ലോ ഇത്. നമ്മുടെ സമൂഹത്തിൽ ആത്മീയവും സാംസ്കാരികവുമായ പ്രകാശം പരത്തുന്ന 10 നൂറ്റാണ്ടുകളാണ്, 10 പതിറ്റാണ്ടുകളാണ്, ഒരു നൂറ്റാണ്ടാണ് സമസ്ത പൂർത്തിയാക്കുന്നത്. ആ നിലക്ക് നോക്കുമ്പോൾ മുസ്ലിം സമുദായത്തിലെ നവോത്ഥാന ചരിത്രത്തിൻ്റെ ഒരു സവിശേഷ ഘട്ടമാണ് ഈ 100 വർഷങ്ങൾ അടയാളപ്പെടുത്തുന്നത്. സമസ്തയുമായി പല ഘട്ടങ്ങളിലും ബന്ധപ്പെടാൻ അവസരമുണ്ടായിട്ടുണ്ട്. എത്രയോ മനുഷ്യത്വപൂർണമായ പ്രവർത്തനങ്ങളിലാണ് നിങ്ങൾ ഏർപ്പെട്ടു പോരുന്നത് എന്നത് അടുത്തു നിന്ന് കാണാനുള്ള സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. സമസ്തയുടെ ആദരണീയനായ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിച്ച ശതാബ്ദി സന്ദേശയാത്രയുടെ സ്വീകരണ ചടങ്ങിലും പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നു. സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നല്ലോ ആ യാത്രയിൽ. കേരളത്തെ മതനിരപേക്ഷ സമൂഹമായി വളർത്തിയെടുക്കുന്നതിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് സമസ്തയെ പോലുള്ള മതസംഘടനകളും വഹിച്ചിട്ടുള്ള പങ്ക് ആ ഘട്ടത്തിൽ തന്നെ എടുത്തു പറഞ്ഞിരുന്നു. 1926 രൂപീകൃതമായ കാലം മുതൽ കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ മതപരമായ ചിട്ടയും വിജ്ഞാനവും പകരുന്നതിനും സമൂഹത്തിൽ സമാധാനവും സഹവർത്തിത്വവും നിലനിർത്തുന്നതിനും ഈ പ്രസ്ഥാനം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നത് നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായ കാര്യമാണ്.